എല്ലാവർക്കും. ഇന്ന് ഞാനൊരു കോമ്പറ്റീഷൻ വ്ളോഗ് പോലെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എൻ്റെ ബാൽക്കണി ഗാർഡൻ. അപ്പോൾ ഇത് നല്ലോണം ചെടിയൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടൊക്കെ നിങ്ങളെ കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നടക്കണില്ല. അപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ എല്ലാ ചെടികളും ഇപ്പോൾ കരിഞ്ഞ് പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ചെടികൾ ഞാൻ സപ്പോട്ട, മൾബറി ഇതൊക്കെ മേടിച്ചു കേട്ടോ. ഇതൊക്കെ എത്ര നാൾ നിൽക്കുന്നൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ ഈ ഒരു ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സാണ് ഇതൊക്കെ, സപ്പോട്ടയും പിന്നെ മൾബറിയൊക്കെ. പിന്നെ ഈ മണ്ണ്, പിന്നെ നമ്മൾ ആ പോട്ടിൻ്റെ സൈസ് അതൊക്കെ വെച്ചിരിക്കുമല്ലോ ഫ്രൂട്ടിങ് എന്ന് പറയണത്. പിന്നെ ഇതാ എല്ലാ ചെടികളും ഇങ്ങനെ കുറച്ച് ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഉണ്ടാക്കി കുറേ ചെടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ മണ്ണൊക്കെ എടുത്തിട്ട് വീണ്ടും അതിൽ പിന്നെ നല്ലോണം വളമൊക്കെ ചേർത്ത് നന്നായി ട്രീറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ എൻ്റെ ഒരു സ്ഥലപരിമിതി കൊണ്ടും ഒക്കെ പിന്നെ ഞാനതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഇപ്പം നമുക്കൊരു പൂവ് വിരിയാണെങ്കിലും അതൊന്നും അത്ര ഒരു വലുപ്പത്തിലൊന്നും വരുന്നില്ല. ഒരു പക്ഷേ ആ മണ്ണിൻ്റെ കുഴപ്പങ്ങളായിരിക്കാം അതൊക്കെ. എന്നാലും കുറച്ച് ചീരയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കറി വെച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സുഖം തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റും നല്ല ഫ്രഷ് ആയിട്ടുള്ള വളമൊന്നും പ്രത്യേകിച്ച് ലീഫി വെജിറ്റബിൾസിൽ നമുക്കറിയാം എന്തായാലും മരുന്നടിച്ചിട്ടാവും വരിക മിക്കവാറും. അപ്പോൾ അതൊന്നുമില്ല, നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം. നല്ലൊരു തോരനൊക്കെ വെച്ചു ഞാൻ. അപ്പോൾ ചീര എങ്ങനെ നോക്കിയാലും ഒരു പ്രയാസവും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണല്ലോ. അപ്പോൾ നല്ലൊരു ചീരത്തോരനും സാമ്പാറും അങ്ങനെയൊക്കെ ആയിട്ട് ലഞ്ച് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ആർട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ വീക്ക്ലി വൺസ് നടത്തുന്ന ഒരു ആർട്ട് ക്ലാസ്സാണത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ മാസത്തിൽ 4 പ്രാവശ്യം ഉണ്ടാവും. വീക്ക്ലി വൺസ് 1 മണിക്കൂർ അത്രയേ ഉള്ളൂ. പക്ഷേ ആ 1 മണിക്കൂർ നമുക്ക് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആസ് എ പാരൻറ്റ്. ഇപ്പം ഞാൻ 3 കുട്ടികൾ ഇവിടെ, എൻ്റെ 3 ചെറിയ മക്കൾ ക്ലാസ്സിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു, അവർക്കൊരു ക്ലാസ്. പിന്നെ ഇപ്പോൾ നമ്മളെ മക്കൾ നമ്മൾ വെറുതെ നിന്ന് പഠിപ്പിച്ചാലൊന്നും അവരിരിക്കൂല. പക്ഷേ വേറെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും നല്ല ഇൻട്രസ്റ്റിലിരുന്നിട്ട് അതൊക്കെ ചെയ്യും. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അത് ഭയങ്കര അവർക്ക് കൊടുക്കാവുന്ന മെമ്മറീസാണ്. പിന്നെ അത് മാത്രമല്ല, ആർട്ട് കൊണ്ട് നമുക്ക് കുട്ടികളുടെ ഇമാജിനേഷൻ കൂട്ടാനും അവരുടെ ഒരു ഇൻറ്റേർണൽ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ അവരെ സഹായിക്കാനും പിന്നെ ഡിസിഷൻ മേക്കിംഗ്, കോൺസെൻട്രേഷൻ, ഫൈൻ മോട്ടോർ സ്കിൽസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. വെറും ചിത്രം വരയും പടം വരയും കുറേ കളർ വെച്ച് ഇങ്ങനെ വരക്കൽ അത് മാത്രമല്ല, പല കാര്യങ്ങളും അതിൽ കൂടി നടക്കും. പ്രത്യേകിച്ച് ചെറിയ മക്കളെ നമ്മളത് ശീലിപ്പിക്കുകയാണെങ്കിൽ. അപ്പോൾ 1 മണിക്കൂർ നമ്മളൊരു ആഴ്ച ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, കുട്ടികളെ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു നഷ്ടമാവില്ല. പിന്നെ നമ്മൾ വലിയവർക്കും ഇത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒരു പിന്നെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു പിന്നെ അത് ഒന്ന് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റാണ് ശരിക്ക്. ചിത്രങ്ങൾ വരയ്ക്കാൻ എനിക്കിഷ്ടമാണ് പേഴ്സണലി. പക്ഷേ അത് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ആ ഒരു സമയം ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു സമയം നമുക്ക് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ഇത് എൻ്റെ ആർട്ട് ക്ലാസ്സിലെ കുറച്ച് സ്നാപ്സൊക്കെയാണ്. കുട്ടികൾ പിന്നെ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ്സൊക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതിൽ കൂടി ബന്ധപ്പെട്ടാൽ മതി. പിന്നെ ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഈ ആർട്ടിൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ട് ഒരു പേജുണ്ട്, ഫിഡിൽ ലീഫ് ട്രീ ആർട്ട് സ്റ്റുഡിയോ. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അതിൽ കൂടുതൽ സ്നാപ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പിന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ പിന്നെ ഞാൻ ചെറിയ ബേബീസുള്ള മദേഴ്സിൻ്റെ കാര്യമല്ല പറയണത്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോണ കുട്ടികളുടെ മദേഴ്സൊക്കെ ആൾക്കാരിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നൊരു ഫീലായിരിക്കും. അവരൊക്കെ പോയി വീടാകെ ഭയങ്കരമായിട്ട് ക്വയറ്റായിട്ടിരിക്കും. അപ്പം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇത്. പിന്നെ നമുക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു സാധാരണ ഒരു കുർത്തി എനിക്ക് തയ്ക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കുള്ള വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ അത് ചെയ്തിട്ടില്ല. സാധാരണ A ലൈൻ കുർത്തി
വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അത്രയും എളുപ്പമാണ് ചെയ്യാൻ സ്റ്റിച്ചിങ്ങൊക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, ഞാൻ ഇതിൽ തന്നെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ അതൊക്കെ ഒന്ന് നോക്കി നോക്കണം കേട്ടോ. പിന്നെ എന്താണ്, അപ്പം ഞാനതിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് അതിൻ്റെ കഴുത്തും പിന്നെ അതിൻ്റെ സൈഡും ഇതൊക്കെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അവരവരുടെ അളവിനനുസരിച്ചിട്ട് നോക്കി വെട്ടി, എല്ലാം അതിൻ്റെ സ്ലീവ്സ് വെട്ടി, പിന്നെ കഴുത്തിനുള്ള കുറച്ച് ബയാസ് സ്ട്രിപ്സ് വെട്ടി അത് വെച്ചു. പെട്ടെന്ന് തീർക്കാം നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റാണ്. ചില ആൾക്കാർക്ക് ഇതിനോടാവില്ല, കുക്കിങ്ങിനോടായിരിക്കും, ചില ആൾക്കാർക്ക് ഗാർഡനിങ് ആയിരിക്കും, അങ്ങനെ പല ഇൻട്രസ്റ്റുകളായിരിക്കുമല്ലോ. എഴുത്ത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവാം, പിന്നെ അങ്ങനെ പലതും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വെറുതെ ഇരിക്കരുത്. നമുക്ക് കിട്ടാവുന്ന സമയം ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പമാണ്. ഇതിനെ പറ്റിയിട്ട് ഈ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ബേസിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ട്രൈ ചെയ്യാം ബേസിക്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കുർത്തി റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. ഇനിയിപ്പോൾ വെട്ടലൊരു ദിവസം ചെയ്ത് വെച്ച് നെക്സ്റ്റ് ഡേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ, ഇഫ് ഇൻട്രസ്റ്റും കൂടി ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഉള്ളത് ഞങ്ങൾ പിന്നെ JCWC സിജിൻ്റെ അണ്ടറിൽ വരുന്ന ജിദ്ദ ലേഡീസ് വിമൻ കളക്റ്റീവിൻ്റെ, അതായത് സിജി എന്ന് പറഞ്ഞ സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര പഴയ ഒരു ഓർഗനൈസേഷനാണ്. നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ തന്നെ 10th ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും സിജീൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അവരുടെ ജിദ്ദയിലുള്ള ലേഡീസ് വിങ്ങിൽ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൺലൈനൊക്കെ മാറി ഇപ്പോൾ ഓഫ്ലൈനിലേക്ക് പതുക്കെ വരികയാണല്ലോ. നമ്മളെ കൊറോണ ഇഷ്യൂസൊക്കെ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയായിരുന്നു. അപ്പോൾ അതും ഭയങ്കര. അപ്പം ഞാൻ പറയാൻ വന്നത്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും ബിസി ആയിട്ട് ഇരിക്കണം. ശരിക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയുന്നതിലും എത്രയോ നല്ലതാണ് എന്തെങ്കിലും ഒരു സോഷ്യൽ വർക്കോ. ഇപ്പം ഞാൻ ജോബിനൊന്നും പോകണില്ല, പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഒരു സോഷ്യൽ വർക്കായാലോ അല്ലെങ്കിൽ നമ്മളുടെ ഹോബീസൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് നല്ലൊരു ഹെൽത്തി മൈൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതിൻ്റെ സിജി, അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് സിജിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അതായത് ആ ഒരു ഓർഗനൈസേഷനും ജിദ്ദയിൽ JCWC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പല കാര്യങ്ങളും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ലേഡീസിന് വളരെ പിന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജിദ്ദയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസിയായി. പിന്നെ ഈ ഉണ്ണിയപ്പം കേട്ടോ, ഇത് വളരെ എളുപ്പത്തിൽ ഇപ്പം നമുക്ക് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം തിന്നണമെന്ന് തോന്നുകയാണ്. വല്ല നെയ്യപ്പോ ഉണ്ണിയപ്പോ പിന്നെ ഗോതമ്പിൻ്റെ ശർക്കരയും തേങ്ങയും വെച്ചാട, അങ്ങനെ പല സാധനങ്ങളുണ്ടാവുമല്ലോ പണ്ടത്തെ കാലത്തെ സാധനങ്ങൾ നമ്മളെ ഉമ്മമാരുണ്ടാക്കി തരുന്നത്. അപ്പോൾ അതിൽ ഇത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 1 കപ്പ് മൈദ, 1 കപ്പ് പിന്നെ അരിപ്പൊടി, നമ്മൾ റോസ്റ്റഡ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് നല്ല നെയ്യിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്യുക. ഒരു 2-3 ക്യൂബ്സ് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരൻ്റെ വലുപ്പമൊക്കെ നോക്കിയിട്ട് അതും കൂടെ അലിയിച്ച് ചേർത്ത് ഒരിച്ചിരി ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാണത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ, ടേസ്റ്റിൽ കോംപ്രമൈസ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ബിസി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്തും
പിന്നെ നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി നല്ല ഫിറ്റായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.